Today's topic is malaria. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആസ് വി ഓൾ നോ, ഇറ്റ് ഇസ് എ മോസ്കിറ്റോ ബോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ എ യൂക്കരിയോട്ടിക് പ്രോട്ടിസ്റ്റ് ഓഫ് ദ ജീനസ് പ്ലാസ്മോഡിയം. ഞാൻ ഇന്ന് മാക്സിമം സ്ലൈഡ്സിൽ കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് യു ക്യാൻ കോപ്പി ദ നോട്ട്സ് ഇഫ് യു വോണ്ട് ഡയറക്റ്റ്ലി. അപ്പോൾ കണ്ടൻറ്റ് കുറച്ചും കൂടി സ്ലൈഡ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ടു ബിഗിൻ വിത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ: malaria is mosquito borne infectious disease of humans caused by eukaryotic protist of the genus Plasmodium. Remember, it is a protist. It is not a virus, it is not a bacteria, it is a protozoa that is causing this malaria. പ്രധാനമായിട്ടും ഇത് കണ്ടുവരുന്നത് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ്. സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ലൈക്ക് സബ് സഹാറൻ, ആഫ്രിക്കൻ, ഏഷ്യൻ ആൻഡ് അമേരിക്കാസ്, ഇത്തരത്തിലുള്ള കോണ്ടിനെൻസിൻ്റെ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. സബ് ട്രോപ്പിക്കൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എർത്തിൻ്റെ ഇക്വേറ്ററിൻ്റെ മുകളിലുള്ള ഭാഗത്തിന് നമ്മൾ, അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺസിൻ്റെ ഇടയിലുള്ള നമ്മൾ ട്രോപ്പിക്സ് എന്ന് പൊതുവെ പറയും. അതിനേക്കാളും കുറച്ചും കൂടി വിട്ട് നിൽക്കുമ്പോൾ കുറച്ചും കൂടി മുകളിലുള്ള ആ ഒരു ഗ്ലോബിൻ്റെ ആ ഒരു റീജിയനെയാണ് നമ്മൾ സബ് ട്രോപ്പിക്കൽ ഏരിയാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ സൺലൈറ്റ് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇറ്റ് ഈസ് ഹാവിങ് എൻ ഇൻഫ്ലുവൻസ് ടു ഫോർ ദ സ്പ്രെഡിങ് ഓഫ് ദിസ് ഡിസീസ് ആസ് വെൽ ആസ് ദ ജനറൽ ഒക്കറൻസ് ഓഫ് ദിസ് ഡിസീസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ എന്താ പറയുക, സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കൂടുതൽ കാണുക എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ പ്രധാനമായിട്ടും അടുത്ത പോയിന്റ് നോക്കുക: ദ ഡിസീസ് റിസൾട്ട്സ് ഫ്രം ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മലേറിയ പാരസൈറ്റ് വിതിൻ ദ റെഡ് ബ്ലഡ് സെൽസ്. അത് ഞാൻ പാത്തോഫിസിയോളജി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ ഐ വിൽ ഡീൽ ഇറ്റ് വിത്ത് ഇൻ ഡീറ്റെയിൽ. കോസിങ് സിംറ്റംസ് ലൈക്ക് ഇൻക്ലൂഡിങ് ഫീവർ, ഹെഡേക്ക്, ഇൻ സിവിയർ കേസസ് പ്രോഗ്രസിങ് ടു കോമ ആൻഡ് ഡെത്ത്. സാധാരണ ഒരു പനി പോലെയാണ് കണ്ടുവരിക. ആൻഡ് അസോസിയേറ്റഡ് സിംറ്റംസ് വിൽ ബി ഓൾസോ ദർ. സോ ദാറ്റ് ഈസ് ആൻ ഓവറോൾ ലുക്ക് അബൌട്ട് ദിസ് മലേറിയ ഡിസീസ്. ആൻഡ് ടു ബി പ്രിസൈസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. See, this is signs and symptoms of malaria. Almost all the signs and symptoms or the terminologies are quite familiar to you. Just see one by one. Headache, തലവേദന ഉണ്ടാവും, ചിൽസ്, സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാവും, ഡ്രൈ കഫ്, and spleen enlargement, or in short we can call it as splenomegaly. When it comes to digestive system, nausea, vomiting, and muscular regionിലാകുമ്പോൾ ഫാറ്റീഗ്, പെയിൻ, മസിൽ പെയിൻ ഒക്കെ ഉണ്ടാവും. പിന്നെ അബ്ഡോമിനൽ റീജിയൻസിൽ തന്നെ പെയിനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സൈൻസ് നമുക്ക് മലേറിയയിൽ കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഓൾ ദിസ് സിംറ്റംസ് വിൽ ബി ക്വൈറ്റ് അസോസിയേറ്റഡ് വിത്ത് ഫീവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സൈൻസ് ഉണ്ടാവുക. ആൻഡ് റിമെമ്പർ വൺ തിങ്, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് ആൻ അഡ്മിക്സ്ചർ ഓഫ് സോ മെനി സൈൻസ് ആൻഡ് സിംറ്റംസ് which are having its predisposition in different സിസ്റ്റംസ് ഓഫ് അവർ ബോഡി. സി ഫോർ എക്സാമ്പിൾ, ഇതിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ സയൻസ് കാണാം, നമുക്ക് റെസ്പിറേറ്ററി സയൻസ് കാണാം, ഇതിൽ മസ്കുലാർ സയൻസ് കാണാം, ആൻഡ് സിസ്റ്റമിക് സയൻസ് ഒക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തെ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന രോഗമല്ല എന്ന് മനസ്സിലാക്കുക. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ഹാവിങ് ഇറ്റ്സ് സൈൻസ് ആൻഡ് സിംറ്റംസ് സ്പ്രെഡിങ് അക്രോസ് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് അവർ ബോഡി. സോ ദാറ്റ്സ് അബൌട്ട് സൈൻസ് ആൻഡ് സിംറ്റംസ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്: എറ്റിയോളജി. As I already told you, it is caused by a protozoan under the genre of Plasmodium. ഇത് പ്രധാനമായിട്ടും 4 സ്പീഷീസുകളായിട്ട് ഇതിനെ വേർതിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്ലാസ്മോഡിയം വൈവോക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഓവൈൽ. വൺ മോർ തിങ് ഈസ് ദർ, ഇറ്റ്സ് കോൾഡ് എസ് പ്ലാസ്മോഡിയം നൗലസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൻ്റെ സ്ട്രെയിനും കൂടി ഉണ്ട്. പക്ഷേ അത് വളരെ വളരെ റയറാണ്. അപ്പോൾ അതുകൊണ്ട് ഐ omitted that. You remember, there are mainly 5 types, and instead ഇത് ഒക്കറൻസിൻ്റെ ഒരു സിവിയറിറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 4 എണ്ണമായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. റിമെമ്പർ ഓൾ ദിസ് നെയിംസ്: പ്ലാസ്മോഡിയം വൈവോക്സ്, ഫാൽസിപ്പാരം, മലേറിയ ആൻഡ് ഓവൈൽ. This is considered as the etiology or the reason for the arisement of this disease. And then how it is getting transmitted. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ റീഡ് all this. Malaria is transmitted by the bite of an infected female Anopheles mosquito. Stralis transmission can be congenital via placenta or can occur through the transfusion or the use of contaminated needles, which means ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 3 രീതിയിൽ ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. 3 രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ട്രാൻസ്മിറ്റഡ് ത്രൂ മോസ്കിറ്റോസ്, അനോഫിലസ് മോസ്കിറ്റോസ് വഴി. പിന്നെ മദർ ടു ചൈൽഡ് വയ പ്ലാസൻ്റ വഴി അമ്മയിൽ നിന്നും കുട്ടിക്കും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി ഒക്കർ ത്രൂ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓർ ദ ഷെയറിങ് ഓഫ് നീഡിൽസ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ രക്തദാനം വഴിയോ അല്ലെങ്കിൽ ഒരാളിൽ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരാൾക്കും
ഉപയോഗിക്കുന്നത് വഴിയൊക്കെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ബ്ലഡ് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യതകളാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ മോസ്കിറ്റോ കടിക്കുമ്പോഴായാലും മദർ ടു ചൈൽഡ് ആയാലും നീഡിൽ ടു ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴായാലും ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴായാലും ഒക്കെ സംഭവിക്കുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് ബ്ലഡ് ഫ്രം എൻ ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽ ടു എ നോർമൽ ഇൻഡിവിജ്വൽ. അപ്പോൾ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട മോഡ് ഓഫ് ട്രാൻസ്മിഷനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ പാത്തോഫിസിയോളജി നമ്മൾ മനസ്സിലാക്കണം. പാത്തോഫിസിയോളജി ഇൻക്ലൂഡ്സ്, ഇതിന് 2 സ്റ്റേജുകളായിട്ട് നമുക്ക് പറയാൻ പറ്റും സാധാരണഗതിയിൽ. കാരണം ഈ ഇൻഫെക്റ്റഡ് ഓർഗാനിസം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്രം എ മോസ്കിറ്റോ അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മളുടെ ബ്ലഡിലേക്ക് ചെല്ലുകയും ഈ മലേറിയൽ പാരസൈറ്റ് ആദ്യം ചെന്നിരിക്കുന്നത് നമ്മളുടെ ലിവറിനെയാണ്. ലിവറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവറിലിരുന്ന് ഇത് പിന്നീട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹെപ്പാറ്റോസൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ ലിവർ സെൽസിനെ ഇത് ഡിസ്ട്രക്റ്റ് ചെയ്തിട്ടാണ് ലിവറിൽ നിന്ന് ഇത് കോമൺ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ആദ്യം ലിവറിൽ സേഫായിട്ട് വന്നിരിക്കുകയും അതിനുശേഷം ഇറ്റ് വിൽ ബി സ്പ്രെഡഡ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി കം ഔട്ട് ഇൻ ടു ദ നോർമൽ ബ്ലഡ് സ്ട്രീമിലേക്ക് വരികയും ചെയ്യും. ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ഒരു സേഫ് ഹെവനായിട്ട് കണ്ടുവച്ചിരിക്കുന്നത് നമ്മളുടെ RBCനെയാണ്. ഇറ്റ് വിൽ ഇൻഫെക്ട് ദ RBC. സോ ഫസ്റ്റ് ഇറ്റ് വിൽ ഇൻഫെക്ട് ദ ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് ഇറ്റ് വിൽ റെപ്ലിക്കേറ്റ് വിതിൻ വിതിൻ ദ ലിവർ ആൻഡ് ദെൻ ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ഇൻഫെക്ട് ദ RBC. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി കൻ സി ഒരു എറിത്രോസൈറ്റിക് സ്റ്റേജ് ഉണ്ട്. അതായത് RBCയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആൻഡ് ഒരു എക്സോ എറിത്രോസൈറ്റിക് സ്റ്റേജ് ഉണ്ട്. RBCയിൽ അല്ലാതെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റേജ് ഉണ്ട്. ആൻഡ് എന്തായാലും ഹെപ്പാറ്റോസൈറ്റ്സിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഇറ്റ് വിൽ ഇൻഫെക്ട് RBC ആസ് ഐ ഓൾറെഡി ടോൾഡ്. ആൻഡ് അതിൽ നിന്ന് RBCനെയും ഇൻഫെക്റ്റ് ചെയ്തതിന് ശേഷം RBCനെയും ഇത് ബേസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ കോമൺ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുക. അപ്പോഴേക്കാണ് ഈ ഇൻഫെക്ഷൻ്റെ പ്രധാനപ്പെട്ട സൈൻസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ടും കാണിച്ച് തുടങ്ങുക. ആൻഡ് ദെൻ ആ നോർമൽ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസരത്തിൽ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ ഏതെങ്കിലും മോസ്കിറ്റോ വന്ന് കടിക്കുകയാണെങ്കിൽ മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻസിലേക്ക് ഈ ഓർഗാനിസം സ്പ്രെഡ് ചെയ്യുകയും ആ മോസ്കിറ്റോ മറ്റൊരു ആളെ പോയി കടിക്കുമ്പോൾ ഈ പാരസൈറ്റ് വേറൊരു നോർമൽ ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഓൾ ദീസ് തിങ്സ് വിൽ ബി ക്വൈറ്റ് ക്ലിയർ ടു യു വെൻ യു ലുക്ക് അറ്റ് ദ പിക്ചർ. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ഇൻഫെക്റ്റ് ചെയ്തു, ഹെപ്പാറ്റോസൈറ്റ്സിൽ ഇൻഫെക്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് RBCനെ ഇൻഫെക്റ്റ് ചെയ്തു, അതിന് ശേഷം കോമൺ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് വന്നിട്ട് വേറെ ഏതെങ്കിലും മോസ്കിറ്റോ ബ്ലഡ് മീലിൻ്റെ സമയത്ത് അത് മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻസിലും സ്റ്റോർഡ് ആയിട്ട് നിൽക്കും. ആ മോസ്കിറ്റോ അടുത്ത ആളിലേക്ക് പോകുമ്പോൾ അടുത്ത ആളിലേക്ക് അത് പകരുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു വേ ഓഫ് ട്രാൻസ്മിഷൻ എന്ന് നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ആൻഡ് ദെൻ ഇറ്റ്സ് ഡയഗ്നോസിസ് സാധാരണ രീതിയിൽ ഇതിൻ്റെ ആൻറ്റിജൻ ടെസ്റ്റാണ് നമ്മൾ എടുക്കുക. ആൻറ്റിജൻ ടെസ്റ്റ് നോക്കിയിട്ട് ആ ഒരു ഓർഗാനിസം ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രൂ കെയർഫുൾ എക്സാമിനേഷൻ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ വി വിൽ അണ്ടർഗോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പോളിമറൈസ് ചെയിൻ റിയാക്ഷൻസ് ഒക്കെ പോലെ ഉള്ള ഒരു ജനറ്റിക് ലിങ്ക്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും നമ്മൾ ഉപയോഗിച്ച് വരും. ആൻഡ് ദെൻ ഇറ്റ്സ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓർ ട്രീറ്റ്മെൻറ്റ്. ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ആദ്യം തന്നെ ഈ സംഭവം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രോട്ടോക്കോളായിട്ട് നമ്മൾ എടുക്കുന്നത്. ആൻഡ് വെക്റ്റർ കൺട്രോൾ ഇൻക്ലൂഡ്സ്, ഇത് പ്രധാനമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആസ് ഐ ഓൾറെഡി ടോൾഡ് യു മോസ്കിറ്റോസ് വഴിയാണ്. അപ്പോൾ മോസ്കിറ്റോ ഈസ് കൺസിഡേർഡ് ആസ് എ വെക്റ്റർ ഓർ വെഹിക്കിൾ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ദിസ് ഡിസീസ്. സോ ഇങ്ങനത്തെ മോസ്കിറ്റോനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ മനസ്സിലാക്കേണ്ടത്. അത് ഇപ്പോൾ ഒരു ഇൻസെക്ട് റിപ്പല്ലൻറ്റ് ക്രീംസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മോസ്കിറ്റോ വളരാനുള്ള ഡ്രെയിനേജ് സിസ്റ്റംസൊക്കെ അതിനുള്ളൊരു ചാൻസ് ഒഴിവാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ദെൻ ഏർലി മാനേജ്മെൻറ്റ് ആൻഡ് ഡിസീസ് സർവൈലൻസ്, ഇതെങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഡ്രഗ് ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ് മോണിറ്ററിങ്, അതായത് ചില മലേറിയയിലൊക്കെ ചില നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനൊക്കെ ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രെയിൻ ഓഫ് മലേറിയ പാരസൈറ്റ് വോണ്ട് ബി റെസ്പോണ്ടിങ് ടു ദ ഡ്രഗ് വി അഡ്മിനിസ്റ്റർ. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസ് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട്.
and generally we will use anti-malarial drugs. Anti-malarial drugs itself is a class of drugs. ഒത്തിരി ആൻറ്റിമലേറിയൽ ഡ്രഗ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ആൻറ്റിമലേറിയൽ ഡ്രഗ്സ് ഒത്തിരി എന്ന് പറയാനായിട്ട് കാരണം നമ്മൾ സാധാരണ ഒരു ഏത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി ഇത്തരത്തിലുള്ള മെഡിസിൻസൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഒരു ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഡോക്സിസൈക്ലിൻ നമ്മൾ ചിക്കൻ ഗുനിയൊക്കെ വരുമ്പോൾ സാധാരണ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മിക്സ്ചറായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആൻറ്റിമലേറിയൽ ഡ്രഗ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഇത് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.